UDF കരളായി പഞ്ചായത്ത് കമ്മിറ്റി തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക പുറത്തിറക്കി. കരളായിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിലാണ് 55ഓളം പദ്ധതികൾ ഉൾപ്പെടുത്തിയ പ്രകടന പത്രിക നേതാക്കൾ പ്രകാശനം ചെയ്തത്. കരളായി ഗ്രാമപഞ്ചായത്തിന്റെ സമഗ്ര വികസനത്തിനുതകുന്ന ഒരു പ്രകടന പത്രികയാണ് ഐക്യജനാധിപത്യ മുന്നണിയുടെ കരളായി ഗ്രാമ കമ്മിറ്റി ഈ ജനങ്ങൾക്ക് മുമ്പാകെ അവതരിപ്പിക്കുന്നത്. കഴിഞ്ഞ 5 വർഷക്കാലം ഈ ഗ്രാമപഞ്ചായത്തിൽ വികസന പ്രവർത്തനങ്ങൾ നടത്തി വളരെ നല്ല രീതിയിൽ ഭരണ സംവിധാനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയ ഐക്യജനാധിപത്യ മുന്നണി തുടർന്നും പഞ്ചായത്തിൽ തുടങ്ങിവെച്ചതും പുതുതുമായിട്ടുള്ള കുറേ പദ്ധതികൾ നമ്മുടെ പഞ്ചായത്തിൽ നടപ്പിലാക്കാനുണ്ട്. പഞ്ചായത്തിനോടൊപ്പം തന്നെ ബ്ലോക്ക് പഞ്ചായത്തിലേക്കും അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തിലേക്കുമുള്ള തെരഞ്ഞെടുപ്പാണ് നടത്തപ്പെടുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് ഒട്ടേറെ പദ്ധതികൾ കഴിഞ്ഞ സാമ്പത്തിക വർഷങ്ങളിലൊക്കെ ഈ ഗ്രാമപഞ്ചായത്തിലേക്ക് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെതായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരാൻ കഴിഞ്ഞ ഭരണസമിതിക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സംസ്ഥാനത്ത് തന്നെ മാതൃകയായിട്ടുള്ള മലപ്പുറം ജില്ലാ പഞ്ചായത്ത്, ആ ജില്ലാ പഞ്ചായത്തിൽ കഴിഞ്ഞ തവണ ഒട്ടേറെ പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രൂപത്തിലുള്ള, നമ്മളതിനെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രൂപത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ ഈ കഴിഞ്ഞ 5 വർഷക്കാലം കരളായി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 5 വർഷക്കാലം അഴിമതി രഹിത ഭരണം നടത്തിയ ഈ ഭരണസമിതിക്ക് വീണ്ടും ഒരു തുടർ ഭരണം എന്ന നിലക്ക് നിങ്ങൾ വോട്ട് നൽകി വിജയിപ്പിക്കണം. അതിന് ഉതകുന്ന രൂപത്തിൽ അല്ലെങ്കിൽ ഒരു മുന്നണി സംവിധാനത്തിൽ ഈ പ്രദേശത്ത് നടപ്പിലാക്കാൻ കഴിയുന്നതായിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ സംസ്ഥാന കേന്ദ്ര സർക്കാരുകളിൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് അവരെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ പ്രകടന പത്രികയിൽ ഐക്യജനാധിപത്യ മുന്നണി അവതരിപ്പിച്ചിട്ടുള്ളത്. മുഴുവൻ ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെയും വോട്ട് നൽകി വിജയിപ്പിക്കണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കാം. കരളായി പഞ്ചായത്തിൽ ഒരു വികസനത്തിന്റെ വിപ്ലവം തന്നെ സൃഷ്ടിച്ചിട്ടുള്ള ഒരു ഭരണസമിതിയാണ് കരളായി ഗ്രാമപഞ്ചായത്തിൽ നിലവിലെ ഭരണസമിതി. ഈ ഭരണസമിതിയെ വീണ്ടും അധികാരത്തിലെത്തിക്കുന്നതിന് കഴിഞ്ഞ 5 വർഷക്കാലങ്ങളിൽ ഞങ്ങൾ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളുടെ ഒരു തുടർച്ചയാണ് ഞങ്ങൾ വീണ്ടും ഈ പ്രകടന പത്രികയിൽ ചെയ്തിട്ടുള്ളത്. അന്ന് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും ജില്ലാ പഞ്ചായത്തിൻ്റെയും എല്ലാം ഫണ്ട് ഉപയോഗപ്പെടുത്തി കൂടുതൽ വികസനം 11-ാം തീയതി നടക്കുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഗ്രാമപഞ്ചായത്തിൻ്റെ 5 വർഷക്കാലം അഴിമതിരഹിത പഞ്ചായത്തായി നല്ലൊരു ഭരണം കാഴ്ചവെച്ച UDF ഇനിയും തുടർ ഭരണത്തിനായി UDF സ്ഥാനാർത്ഥികളെ വോട്ടുകൾ ചെയ്ത് വിജയിപ്പിക്കണമെന്ന് എല്ലാവരോടുമായി 2025 ഈ മാസം 11-ാം തീയതി നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അടുത്ത 5 വർഷക്കാലം UDF കരളായി ഗ്രാമപഞ്ചായത്തിൽ നടപ്പാക്കാൻ പോകുന്ന പദ്ധതികളുടെ പ്രകടന പത്രികയാണ് എല്ലാ വീടുകളിലും നാളെയും മറ്റന്നാളുമായി എത്താൻ പോകുന്നത്. അതിൻ്റെ പ്രകാശന കർമ്മത്തിൽ ഞങ്ങൾക്കൊരൊറ്റ കാര്യമേ പറയാനുള്ളൂ. കേരള പഞ്ചായത്ത് രാജ് നിയമത്തിനുള്ളിൽ നിന്നുകൊണ്ട് ഒരു ഉട്ടോപ്യൻ സങ്കല്പമല്ല, മറിച്ച് യാഥാർത്ഥ്യ ബോധം ഉൾക്കൊണ്ടുകൊണ്ട് പഞ്ചായത്ത് രാജ് നിയമത്തിനുള്ളിൽ നിന്നുകൊണ്ട് പ്രാദേശിക സർക്കാരുകൾക്ക് ഒരു പഞ്ചായത്തിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, അതിലുപരി ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുമായി ബന്ധിപ്പിച്ചുകൊണ്ടുള്ള സംയോജിത പ്രോജക്റ്റുകൾ, അതിലുപരിയായി MLA MP ഫണ്ടുകൾ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പഞ്ചായത്തിനെ ഒരു യൂണിറ്റായി കണ്ടുകൊണ്ട് നടപ്പിലാക്കാൻ സാധിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കുന്നത്. ഈ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് UDF ഭരണസമിതിയുടെ കഴിഞ്ഞ 5 വർഷത്തെ വികസന പ്രവർത്തനങ്ങൾക്ക് തുടർച്ചയേകാൻ സമഗ്രമായ ഒരു വികസനവും ജനക്ഷേമവും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നല്ല ഭരണം 5 വർഷം കാഴ്ചവെക്കുന്നതിന് വേണ്ടി കേരളയിലെ ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളെ
പമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള തുടർ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവണം എന്ന് കേരളയിലെ മുഴുവൻ ജനങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. സമഗ്ര വികസനത്തിനായി UDF-ന്റെ സംസ്ഥാനതല കമ്മിറ്റി ഒരു ബദൽ വികസന രേഖ തന്നെ ഇലക്ഷൻ മാനിഫെസ്റ്റോ ആയിട്ട് നമ്മുടെ മുന്നിൽ സമർപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ തുടർച്ച എന്നോണമാണ് കേരള ഗ്രാമപഞ്ചായത്തിലെ UDF ഈ മാനിഫെസ്റ്റോ പുറത്തിറക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ തുടർഭരണം ഇവിടെ വരും എന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ്. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ 5 വർഷക്കാലം തുല്യതയില്ലാത്ത ഭരണം കേരളായിക്ക് കാഴ്ചവെച്ച, അഴിമതിരഹിത ഭരണം കാഴ്ചവെച്ച ഒരുപാട് വികസന പദ്ധതികൾ കൊണ്ടുവന്ന ഈ ഭരണസമിതി കേരളയിൽ തുടരണമെന്ന് 7 മേഖലകളാക്കി തിരിച്ചാണ് പത്രികയിൽ ഓരോ പദ്ധതിയും തയ്യാറാക്കിയിട്ടുള്ളത്. പഞ്ചായത്തിൽ മുടങ്ങിക്കിടക്കുന്ന ഇറിഗേഷൻ പ്രവർത്തനം സജ്ജമാക്കൽ, ചെറുകിട കർഷകർക്ക് സൗജന്യ കൃഷിയന്ത്ര സഹായം, സഹകരണ സംഘങ്ങളുടെ സഹായത്തോടെ വളം കീടനാശിനി സെന്ററുകൾ സ്ഥാപിക്കും, എല്ലാ ഗ്രാമീണ റോഡുകളുടെയും നവീകരണം, LED സ്മാർട്ട് സ്ട്രീറ്റ് ലൈറ്റ്, പഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് നിർമ്മാണം, കരിമ്പുഴയോരത്ത് വിശ്രമ കേന്ദ്രം, ടൗൺ റോഡ് സൗന്ദര്യവൽക്കരണം, സബ് സെന്ററുകളിൽ ഡോക്ടർമാരുടെ സേവനം, വയോജനങ്ങൾക്ക് വീടുകളിൽ ചികിത്സ എത്തിക്കൽ, പഞ്ചായത്തിന് കീഴിലെ എല്ലാ സ്കൂളിലെയും ക്ലാസ് മുറികൾ സ്മാർട്ടാക്കൽ, അർഹതപ്പെട്ട കുട്ടികൾക്ക് സൗജന്യ സ്കൂൾ കിറ്റ്, വനിതകൾക്കായി ഓപ്പൺ ജിം, പിങ്ക് ഓട്ടോ നൽകൽ, യുവജനങ്ങൾക്ക് സ്റ്റാർട്ടപ്പ് സഹായം, തൊഴിൽ പരിശീലന സെന്റർ ആരംഭിക്കൽ, വയോജനങ്ങൾക്ക് എത്തിപ്പെടാൻ കഴിയുന്ന സ്ഥലത്ത് മറ്റൊരു പകൽ വീട് തുടങ്ങിയ വാഗ്ദാനങ്ങളാണ് UDF മുന്നോട്ട് വയ്ക്കുന്നത്. വാർത്താസമ്മേളനത്തിൽ അതുൽ നാസർ കക്കോടൻ, അനീഷ് കരുളായി, ജയശ്രീ അഞ്ചേരിയൻ, T സുരേഷ് ബാബു, KT സൈദലവി, ഷീബ പുഴിക്കുത്ത്, U പ്രേമരാജൻ, TP അബ്ദുൽ കരീം, ഉമ്മർ പന്നിക്കോടൻ എന്നിവർ സംബന്ധിച്ചു. കേൽക്ക് 71 ന്യൂസ് കരുളായി. നിങ്ങൾക്ക് വേണ്ട ഏത് തരം ചോക്ലേറ്റും അൽ നഹൽ ഡ്രൈ ഫ്രൂട്ട്സിലേക്ക് നിങ്ങൾ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്തോളി, സാധനം നിങ്ങളുടെ പെരയിലെത്തും. ഇതാണ് അൽ നഹലിന്റെ ഫൈസൽ ഖാൻ. അൽ നഹൽ ഡ്രൈ ഫ്രൂട്ട്സിലേക്ക് ഒന്ന് ഓർഡർ കൊടുത്താൽ മതി. കേരളത്തിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ചോക്ലേറ്റ് ഒരു എത്തിച്ചേരും.